വചനവയൽ കിസ് വേൾഡിലെ പുതിയ പരമ്പരയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ഫിൽസൺ മാളിക്കൽ, പുളുങ്ങുന്ന ഫൊറോനയിലെ പള്ളിക്കുട്ടുമ ഫാത്തിമ മാത ഇടവാംഗം. ഇന്നത്തെ മനുഷ്യന്റെ വലിയ ആകുലതകളിലൊന്ന് തമ്പുരാൻ എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എന്നെ കാണുന്നില്ല, എന്നെ പരിഗണിക്കാറില്ല എന്നൊക്കെയാണ്. എന്നാൽ എല്ലാറ്റിനും ദൈവത്തിന് ഓരോ സമയമുണ്ട്. നമ്മൾ കണക്ക് കൂടുന്ന സമയമായിരിക്കണമെന്നില്ല ദൈവത്തിന് സ്വീകാര്യമായ സമയം. സമയം സമാഗതമാകാൻ നാം പ്രത്യാശയോടെ കാത്തിരിക്കണം. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വിവിധ തരം അത്ഭുതങ്ങളിലൂടെ ഇടപെടുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി നാം പലതരം അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. ബൈബിളിലെ വിവിധ തരം അത്ഭുതങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. ഓരോ എപ്പിസോഡിൽ 5 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഓരോ ചോദ്യത്തിനും 5 സൂചനകൾ വീതം. ഈ സൂചനകൾ മനസ്സിലാക്കി പ്രസ്തുത ബൈബിൾ ഭാഗം വായിച്ച് ഉത്തരങ്ങൾ 7025570122 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് 1, 2, 3, 4, 5 എന്ന ക്രമത്തിൽ അയക്കുക. അപ്പോൾ എല്ലാരും റെഡിയായല്ലോ? നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സൂചനകളിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ സൂചന, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഒഴികെ മറ്റെല്ലാ സുവിശേഷങ്ങളിലും ഈ അത്ഭുതത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. 2, യേശു ഈ രോഗിയോട് ഈ അത്ഭുതം മറ്റാരോടും പറയരുതെന്ന് ശക്തമായി വിലക്കിയിരുന്നു. 3, ഈ രോഗിയാണ് യേശുവിന്റെ അടുക്കൽ വന്ന് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് പറഞ്ഞത്. 4, യേശു ഇത് മറ്റാരോടും പറയരുതെന്ന് വിലക്കിയിട്ടും അവൻ വളരെ കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി. 5, യേശു കരുണ തോന്നി കൈനീട്ടി സ്പർശിച്ചുകൊണ്ട് എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ തക്ഷണം ഈ രോഗി സുഖം പ്രാപിച്ചു. ഏതാണ് ഈ അത്ഭുതം? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ സൂചന, ഈ വ്യക്തിക്കുണ്ടായിരുന്ന രോഗം പനിയായിരുന്നു. രണ്ടാമത്തെ സൂചന, യേശു കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ രോഗം ഈ രോഗിയെ വിട്ടുമാറി. മൂന്നാമത്തെ സൂചന, വിശുദ്ധ മത്തായി, മർക്കോസ്, ലൂക്ക എന്നീ സുവിശേഷങ്ങളിൽ ഈ അത്ഭുതത്തെ പറ്റി പ്രതിപാദിക്കുന്നു. 4, രോഗം വിട്ടുമാറിയ ഈ രോഗി യേശുവിനെയും ശിഷ്യന്മാരെയും ശുശ്രൂഷിച്ചു. 5, ശിഷ്യപ്രമുഖന്മാരായ ഷിമിയോന്റെയും അന്ത്രയോസിന്റെയും ഭവനത്തിൽ വെച്ചാണ് ഈശോ ഈ അത്ഭുതം പ്രവർത്തിച്ചത്. ഏതാണ് ഈ അത്ഭുതം? നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ സൂചന, കഫർനാമിലെ ഒരു ഭവനത്തിൽ വെച്ചാണ് ഈ അത്ഭുതം നടന്നത്. രണ്ടാമത്തെ സൂചന, യേശു ജനക്കൂട്ടത്തോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന മധ്യയാണ് ഈ അത്ഭുതം നടന്നത്. മൂന്നാമത്തെ സൂചന, യേശുവിന്റെ അധികാരത്തെ പറ്റി നിയമജ്ഞർ യേശുവിനോട് തർക്കിക്കുന്നത് ഈ അത്ഭുതത്തെ ബന്ധപ്പെട്ടാണ്. നാലാമത്തെ സൂചന, 4 പേർ ചേർന്ന് ഈ രോഗിയെ യേശു ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ചാണ് താഴോട്ടിറക്കിയത്. അഞ്ചാമത്തെ സൂചന, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ തക്ഷണം ഈ രോഗി സുഖം പ്രാപിച്ചു. ഏതാണ് ഈ അത്ഭുതം? ഒന്നാമത്തെ സൂചന, വിശുദ്ധ മത്തായി, മർക്കോസ്, ലൂക്ക എന്നീ സുവിശേഷങ്ങളിൽ ഈ അത്ഭുതത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. രണ്ടാമത്തെ സൂചന, ജായിറോസിന്റെ മകളെ സുഖപ്പെടുത്താൻ അവന്റെ ഭവനത്തിലേക്ക് പോകുന്ന വഴി മധ്യയാണ് ഈശോ ഈ അത്ഭുതം പ്രവർത്തിച്ചത്. മൂന്നാമത്തെ സൂചന, 12 വർഷമായി രോഗം വിട്ടുപോകാത്ത ഒരു രോഗിയായിരുന്നു ഈ വ്യക്തി. 4, ഈ രോഗി ജനക്കൂട്ടത്തിന്റെ പിന്നിൽ ചെന്ന് യേശുവിന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചപ്പോൾ രോഗം ഈ സ്ത്രീയെ വിട്ടുമാറി. 5, ഈശോ ഈ രോഗിയോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്തിയായിരിക്കുക. ഏതാണ് ഈ അത്ഭുതം?
നമുക്ക് അഞ്ചാമത്തെയും അവസാനത്തെയുമായ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ സൂചന. വിശുദ്ധ മത്തായി, മർക്കോസ്, ലൂക്ക എന്നീ സുവിശേഷങ്ങളിൽ ഈ അത്ഭുതത്തെ പറ്റി പ്രതിപാദിക്കുന്നു. രണ്ടാമത്തെ സൂചന. ഗെനേസരത്തെ നാട്ടിൽ വെച്ചാണ് ഈശോ ഈ അത്ഭുതം പ്രവർത്തിക്കുന്നത്. മൂന്നാമത്തെ സൂചന. ഈ വ്യക്തി താമസിച്ചിരുന്നത് ശവകുടീരങ്ങൾക്കിടയിലും കല്ലറകൾക്കിടയിലുമായിരുന്നു. നാലാമത്തെ സൂചന. ഈ വ്യക്തി യേശുവിനോട് അങ്ങനെ പീഡിപ്പിക്കരുത് എന്ന് അപേക്ഷിച്ചിരുന്നു. അഞ്ചാമത്തെ സൂചന. ഈ വ്യക്തി യേശു തനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഡെക്കാപോളിസിൽ പോയി പ്രഘോഷിക്കാൻ തുടങ്ങി. ഏതാണ് ഈ അത്ഭുതം? സൂചനകളും എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ചോദ്യങ്ങളും സൂചനകളും മനസ്സിലാക്കി പ്രസ്തുത ബൈബിൾ ഭാഗം വായിച്ച് ഉത്തരങ്ങൾ 7025570122 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് 1, 2, 3, 4, 5 എന്ന ക്രമത്തിൽ അയക്കുക. നന്ദി.